കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ഇരകളായവരിൽ തിരുവനന്തപുരം സ്വദേശികളും പ്രതികളായ ലിയോ ജോർജ്, കൃഷ്ണപ്രസാദ് എന്നിവർ പിടിയിലായതോടെയാണ് തട്ടിപ്പിനിരയായ കൂടുതൽ പേർ രംഗത്ത് വന്നത്. പേരൂർക്കട സ്വദേശികളായ മാത്യു ജോസ്, ഷേർലി ദമ്പതികളിൽ നിന്നായി തട്ടിയെടുത്തത് 16 ലക്ഷത്തിലധികം തുകയാണ്. കരാർ തുക പൂർണ്ണമായും തട്ടിയെടുത്ത ശേഷം നിർമ്മാണ പ്രവർത്തികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കടന്നുകളയുന്നതാണ് പ്രതികളുടെ രീതി. വർഷക്കാലം ജന്മനാട്ടിൽ നിന്നും മാറി നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം നാട്ടിൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമോടൊപ്പം സ്ഥിരതാമസമാക്കാമെന്ന സ്വപ്നമാണ് വിശ്വാസവഞ്ചനയുടെ പേരിൽ പാതി വഴിയിൽ മുടങ്ങിയത്. തൃശൂർ മാസ്റ്റർ ബിൽഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുമായി 11 മാസത്തിനുള്ളിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം എന്നായിരുന്നു വാഗ്ദാനം. അവർ 24.5 ലക്ഷം രൂപയ്ക്ക് 8 മാസത്തിനകം വീട് പൂർത്തിയാക്കി തരാമെന്നാണ് എഗ്രിമെൻറ്റോടുകൂടി ആണ് അവർ വന്ന് ഇതിലേർപ്പെട്ടത്. പിന്നെ അപ്പോൾ 8 മാസം കഴിഞ്ഞിട്ട് ആദ്യത്തെ മാസം തന്നെ ഒരു 6 മാസം വരെ ഞങ്ങളെ കുറേ അവർ ഇതിൻ്റെ അപ്രൂവലൊന്നും വാങ്ങാതെ അവർ നമ്മളെ പ്രയാസപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഒരു ദിവസം വന്ന് ഒരു 12 പേരെ കൊണ്ടുവന്നു ഇവിടെ ഇതെല്ലാം പറഞ്ഞ് നിങ്ങളുടെ വർക്ക് ഒരു മാസം കൊണ്ട് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണ്, ബാക്കിയുള്ള പൈസയും കൂടെ ഇങ്ങനെ അയച്ചു തരൂ, എങ്കിലേ എനിക്ക് ലേബേഴ്സിന് പൈസ കൊടുക്കാനുള്ള 10 വരെ ഞാൻ നിർത്തിയിരിക്കണം, എനിക്ക് ലേബേഴ്സിന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഞങ്ങളെ ഒരുപാട് ഫോഴ്സ് ചെയ്തു. 24.5 ലക്ഷത്തിനായിരുന്നു 1200 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള 2 മുറി വീട് നിർമ്മിച്ചു നൽകാമെന്ന് കമ്പനി കരാറിലേർപ്പെട്ടത്. നിർമ്മാണം തുടങ്ങി പലപ്പോഴായി ഇവരിൽ നിന്നും പണം വാങ്ങി. എന്നിട്ടും വീടിന്റെ നിർമ്മാണം മുന്നോട്ട് പോകാത്തതിനാൽ പരാതിയുമായി എത്തിയ ദമ്പതികളോട് 2 മാസത്തിനുള്ളിൽ മുഴുവൻ പണി പൂർത്തിയാക്കാമെന്ന് പറഞ്ഞ് ബാക്കി തുകയും കൈപ്പറ്റി. പണം ലഭിച്ച പിറ്റേ ദിവസം മുതൽ പ്രതികൾ അപ്രത്യക്ഷരായി. പൈസ കിട്ടി പിറ്റേ ദിവസം ഇന്ന് വരെ ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ അവരെ ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഞങ്ങൾക്കെതിരെ ഷൗട്ട് ചെയ്യുവാണ് ഞങ്ങളോട്. പിന്നെ ഞാൻ അവിടെ വല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അവർ വിളിച്ചപ്പോൾ അയാളുടെ ഒരു അഡ്വക്കേറ്റാണ് വന്നത്. അഡ്വക്കേറ്റ് വന്നിട്ട് പറഞ്ഞു, അഡ്വക്കേറ്റിനാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പേരുക്കട പോലീസ് സ്റ്റേഷനിലും കേസ് കൊടുത്തു. അവിടെ കൊടുത്തപ്പോഴും അവർ പറഞ്ഞു ഇത് ചീറ്റിംഗ് കേസ് ഞങ്ങൾ അങ്ങനെ എടുക്കാറില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ കോടതി വഴി പോയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യൂന്ന് പറഞ്ഞു. കമ്പനി സിഇഒ ലിയോ ജോർജ്, ഡയറക്ടർ കൃഷ്ണപ്രസാദ്, സഹ ഉടമ KG ശരത് എന്നിവർ ചേർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ നിന്നും വ്യക്തമാകുന്നത്. തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശിയായ മറ്റൊരാളുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം നിലവിൽ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത കേസിൽ റിമാൻഡിലുള്ള പ്രതികളെ നാളെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങും. സംസ്ഥാന വ്യാപകമായി തട്ടിപ്പ് നടന്ന സാഹചര്യത്തിൽ അന്വേഷണം പൂർണ്ണമായും ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ സ്വദേശി ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.